നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. നയൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിലോട്ട് അവരെപ്പോഴും ഫോക്കസ്ഡ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളോട്ട് കുറച്ച് കൂടുതൽ അറ്റൻഷൻ കാണിക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പ് അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും സാമ്പത്തികമായിട്ടുള്ളൊരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കാതിരിക്കുക. ആൾക്ക് നിങ്ങളിൽ നിന്നുള്ള സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് കുറയുമ്പം നിങ്ങളോടുള്ള സ്നേഹം കുറയുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഒരു ഗിവറായിട്ട് എപ്പോഴും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണായിട്ട് മാത്രം നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ കണ്ണടച്ച് ഇവർ ചോദിക്കുമ്പോൾ ഇവർ വിഷമിച്ചാലോ എന്ന് കരുതി നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന അവസാനം നിങ്ങൾ വിഡ്ഢിയായി പോവേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ധാരാളമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തിക, അതായത് നിങ്ങൾ ചിലപ്പം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷേ ഈ പേഴ്സൺ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് നിങ്ങൾ ആ പണം കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷനിൽ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു സംസാരിച്ച് ക്ലാരിറ്റി വരുത്താൻ അവർ ശ്രമിക്കുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവർ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് സംസാരിച്ച് ഈ പ്രശ്നം ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസിയിലാണ് നിൽക്കുന്നതെന്നുള്ളതാണ് കേട്ടോ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ചിലർക്ക് ഇത് മാച്ച് ആവുള്ളൂ കേട്ടോ. കാരണം ഇവിടെ ഈ പേഴ്സൺ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്ന് ആ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് കൂടി അവർ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. സ്നേഹം എന്നതിനേക്കാൾ ഉപരി ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സപ്പോർട്ട്, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ആ ഒരു കാര്യങ്ങളിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് അവർ കൂടുതലായിട്ട് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരങ്ങനെയുള്ള ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻ ചൂസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് സ്നേഹം മാത്രമല്ല, അവർക്ക് ഈ ഒരു അവരുടെ നേട്ടങ്ങൾ കൂടി അവർ ഈ റിലേഷനിൽ നിന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് പെന്റിക്കിൾസ് എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ അവർ കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ അവരൊരു കമ്മിറ്റ്മെന്റിലോട്ട് ഈ റിലേഷൻ കൊണ്ടുപോകുന്നത് അതിനാഗ്രഹിക്കുന്നുണ്ട് അവർ. പക്ഷെ അതും ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ഗ്രോത്ത് അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ എന്നുള്ള രീതിയിലാണ് ഈ റിലേഷനെ കംപ്ലീറ്റ് ആയിട്ട് അവർ കാണുന്നത്. അങ്ങനെയാണ് അവർ ആ ഒരു കാര്യം ഇവിടെ സ്നേഹത്തേക്കാൾ കൂടുതലായിട്ട് അത് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലപ്പം അവർ റിലേഷനിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരുപാട് കിട്ടുന്നുണ്ടാവില്ല. അവർ ഇമോഷണലി ഒരുപാട് കണക്റ്റഡ് അല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അവരുടേതായ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം റിലേഷന് ചിലപ്പം പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ടൈം തരുന്നുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സ്വന്തം കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നു, കുറച്ച് സെൽഫിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. സെവൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവർ ഇപ്പോഴും ഈ റിലേഷൻ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് വേണോ, ഇത് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫിൽ അവർ കൂടുതൽ ചോയ്സസ് അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിലൊരു ചോയ്സ് ആയിട്ട് തന്നെയാണ് നിങ്ങളെയും കാണുന്നത്. അപ്പം എവിടെയാണ് ഏറ്റവും കൂടുതൽ അവർക്ക് സപ്പോർട്ട് കിട്ടുന്നത് അവിടെ നിൽക്കാം, അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ റിലേഷനെ അവർ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഒരുപാട് നിങ്ങളിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചെടുക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിലേഷനിൽ നിൽക്കുന്നവരെന്തായാലും നന്നായിട്ട് നിങ്ങളെ പേഴ്സണെ ശ്രദ്ധിക്കുക.
അവർ നിങ്ങളില്ലാതെ അവർ ഓക്കെ ആണോ എന്ന് നോക്കുക. അവർ ഈ റിലേഷനിൽ നിങ്ങൾക്ക് തരുന്ന ഒരു ഇമ്പോർട്ടൻസ് എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ ലൈഫിൽ അവർക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഇത് തന്നെ ചൂസ് ചെയ്യണോ അതോ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു കണക്ഷൻ വരുമോ, അല്ലെങ്കിൽ ഇതിനും ബെറ്റർ ആയിട്ടുള്ള ഒരു അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, അവരെ ഫിനാൻഷ്യലി ഗ്രോത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പേഴ്സൺ വരും എന്നൊക്കെ അവർ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ക്യൂൻ ഓഫ് വാൻസ് എനർജി കാണിക്കുന്നുണ്ട്. ഒരു തേർഡ് പേഴ്സന്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ പാരൻസ് ആയിരിക്കാം, അമ്മയായിരിക്കാം, അങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കാണിക്കുന്നത്. ചിലപ്പം അമ്മയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അവരും ഈ രീതിയിലാണ്, അതായത് കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട് ഒരു താല്പര്യമുള്ള ഒരു പേഴ്സണാണ് ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അവരുടെ ഫാമിലി ആയിരിക്കാം ചിലപ്പം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടി ഇവിടെ ഉണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ മുകളിൽ. കുറച്ചുകൂടി അവരുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന റിലേഷൻസ് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു, ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം. ഗ്രോത്തിലോട്ട് കൊണ്ടുപോകുന്ന കണക്ഷൻസിനെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് കിട്ടുന്ന റിലേഷൻസ് ചൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ ഇവരെ ആ രീതിയിൽ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ എന്തായാലും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. കോൺവെർസേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അവർ മാറി നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവർ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഓഫ് വാൺസ് എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നോ കോൺടാക്റ്റിലാണെങ്കിൽ അവർ ഒരു കോൺടാക്റ്റിലോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ഗിൽറ്റി എന്ന് കാണിക്കുന്നുണ്ട്. അവർക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. നിങ്ങളെ യൂസ് ചെയ്യുകയാണോ എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ചെറിയ രീതിയിൽ അവർ ഒരു ഗിൽറ്റി, ഒരു അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ റിലേഷനെ ആ രീതിയിൽ കാണണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം. യെസ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണോ പോസിറ്റീവായിട്ട് നിങ്ങൾ ഈ റീഡിങ് കാണുമ്പം എന്താണ് മനസ്സിൽ കരുതിയത്, ആ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതാണ്. ഇപ്പം ഈ റിലേഷനിൽ നിങ്ങൾ റിയലൈസ് ചെയ്യുകയാണ് ഇത് നിങ്ങൾക്ക് ഓക്കെ അല്ല എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പം ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. കൊല്ലം, ജൂൺ, ഫെബ്രുവരി, മെയ്, ലെറ്റർ ഡബ്ല്യു, പത്തനംതിട്ട, 1987, 1989, ഉത്രട്ടാതി, ലെറ്റർ ആർ, ആയില്യം, രോഹിണി, 1998, 1995, ലെറ്റർ ടി, കോഴിക്കോട്, ലെറ്റർ എസ്, ലെറ്റർ ഇ, 1988. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.